എൻ്റെ പേര് അഭിമന്യു അർജുനൻ എന്നാണ്. ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ളൊരു സാഹചര്യം, സാവകാശം എനിക്ക് ലഭ്യമായി. പക്ഷെ ഇന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി കണ്ടു, വിളിച്ചു, വേർതിരിച്ചു. സ്ഥിരമായൊരു പാറമേൽ ദൈവാത്മാവ് ഞങ്ങളെ ഉറപ്പിച്ചു. അന്നു മുതൽ ഇന്ന് വരെ യേശു ഞങ്ങൾക്കൊരു നല്ല പിതാവായി, ഒരു നല്ല മാതാവായി, ഒരു നല്ല സഖിയായി, ജീവിതത്തിന്റെ പാതകളിൽ ഓരങ്ങൾ തെറ്റിപ്പോകേണ്ട നൂറുകണക്കിന് സന്ദർഭങ്ങൾക്കകത്ത് കർത്താവ് തന്റെ വലത് കരം പിടിച്ച് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളെയും നടത്തുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. തമ്പുരാന്റെ കൃപയാല് അറിഞ്ഞ സത്യത്തെ 14-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങാൻ ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. ദൈവകൃപയാൽ ഈ അറിഞ്ഞ സത്യത്തെ കഴിഞ്ഞ 19 വർഷങ്ങളായി 20 വർഷങ്ങളായി പ്രസംഗിക്കാൻ കൂടെ ഒരു വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ കൊച്ചു കണക്ക് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്റെ വയസ്സൊന്നും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ മെനക്കെടരുത്. അതിനുള്ള സമയവും നമുക്കില്ല. 34-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഈ പ്രായത്തിലും കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. കോഴ്സ് കഴിയുന്നതിനേക്കാൾ മുമ്പ് നല്ല ജോലി, നല്ല വരുമാനം, അതോടൊപ്പമുള്ള എന്റെ പഠനം, എന്റെ ചിന്ത, എന്റെ ലൈഫ് സെക്യൂർഡായി എന്നാണ്. കാരണം കോഴ്സ് കഴിയുന്നതിനേക്കാൾ മുമ്പ് നല്ല ജോലി എനിക്ക് കിട്ടിയെങ്കിൽ ഉറപ്പാണ് കോഴ്സ് കഴിയുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ദൈവം എനിക്ക് തരും, എന്റെ ലൈഫ് സെക്യൂർഡായി എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരു വർഷ കാലഘട്ടങ്ങൾ. പഠനം കഴിയുന്നു, വീണ്ടും ഞാൻ ഒരു വർഷം ജോലിയുടെ ബന്ധത്തിൽ തുടരുകയാണ്. ആ സമയങ്ങൾ കർത്താവിനോട് സംസാരിച്ച ഒരു വിശേഷാൽ നിയോഗത്തിന്റെ പുറത്ത് ഒരു പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരനായി എന്റെ ശരീരവും മനസ്സും ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ ചിന്ത എന്റെ മനസ്സിലേക്ക് കിട്ടിയപ്പോ ഞാൻ ആദ്യം അത് ഷെയർ ചെയ്തത് എന്റെ കുടുംബ പ്രാർത്ഥനയിലാണ്. എന്റെ അപ്പനും അമ്മയും ഇരിക്കുന്ന കുടുംബ പ്രാർത്ഥനയിൽ ആദ്യമായി ഞാൻ അവരോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുകയല്ല. വീട്ടിൽ ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എന്റെ സഹോദരിയും. അപ്പൊ വീട്ടിനകത്തൊരു മകൻ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു മകൻ ഇനി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും എന്നെ മനസ്സുകൊണ്ട് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്റെ ചിന്ത എന്റെ അപ്പൻ എന്നോട് പറയുമായിരിക്കും, എടാ നിന്നെ പോലെ മണ്ടൻ ആരുമില്ല, നിനക്കാവുന്ന കാലത്ത് 10 രൂപ സമ്പാദിക്കാൻ പാടില്ലേ എന്ന് പറയുന്നതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എന്റെ ചിന്തകൾക്കും വിപരീതമായി ഞാനിത് പറഞ്ഞു നിർത്തിയ മാത്രയിൽ തന്നെ എന്റെ അപ്പനും അമ്മയും മുട്ടിന്മേൽ എഴുന്നേറ്റ് നിന്ന് അവരുടെ 2 കരവും എടുത്ത് എന്റെ ശിരസിന്മേൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവൻ പറഞ്ഞതുപോലെ ഇവനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തില് രാജ്യത്തിന്റെ വേലക്കാരനായി അഭിഷേകം ചെയ്യുക.